നമസ്കാരം, ലോകയിലേക്ക് സ്വാഗതം. ആധുനിക ലോകം മറ്റൊരു മഹാമാരിയുടെ നിഴലിലാണോ എന്ന ഭീതിയിലാണ് ആഗോള ആരോഗ്യ സമൂഹം ഇപ്പോൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന MV ഹോണ്ടിയസ് എന്ന വിനോദസഞ്ചാര കപ്പലിൽ പൊട്ടിപ്പുറപ്പെട്ട ഹൻഡ വൈറസ് ബാധ ഇന്ന് ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. വിനോദയാത്രയ്ക്ക് പോയ യാത്രക്കാർ ഒരു അജ്ഞാത വൈറസിന്റെ ഇരകളായി മാറുമ്പോൾ അത് കേവലം ഒരു കപ്പലിലെ മാത്രം പ്രശ്നമായി ഒതുങ്ങുന്നില്ല. ഇതിനോടകം 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 5-ലധികം പേർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വൈറസ് ബാധ ഒരു ആഗോള ഭീഷണിയായി വളരുമോ എന്ന ആശങ്ക ശക്തമാണ്. 2020-ലെ കോവിഡ് മഹാമാരിയുടെ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുന്ന ജനതയ്ക്ക് മുന്നിലേക്ക് മറ്റൊരു മാരക വൈറസ് എത്തുമ്പോൾ നാം എത്രത്തോളം സുരക്ഷിതരാണെന്ന ചോദ്യം പ്രസക്തമാകുന്നു. സാധാരണയായി എലികളിലൂടെയും മറ്റു കരണ്ടുതീനി വർഗ്ഗങ്ങളിൽപ്പെട്ട ജീവികളിലൂടെയുമാണ് ഹൻഡ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇവയുടെ വിസർജ്യങ്ങളുമായോ ഉമിനീരുമായോ നേരിട്ടുള്ള സമ്പർക്കം വഴിയോ അല്ലെങ്കിൽ ഇവ കലർന്ന പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതിലൂടെയോ ആണ് രോഗബാധയുണ്ടാകുന്നത്. എന്നാൽ MV ഹോണ്ടിയസ് കപ്പലിൽ പടരുന്നത് ഹൻഡ വൈറസിന്റെ തന്നെ അതീവ അപകടകാരിയായ ആൻഡീസ് വൈറസ് എന്ന വകഭേദമാണെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നു. സാധാരണ ഹൻഡ വൈറസുകൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെങ്കിലും തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ആൻഡീസ് വൈറസ് വകഭേദത്തിന് മനുഷ്യരിലേക്ക് നേരിട്ട് പടരാനുള്ള ശേഷിയുണ്ട്. ഇതാണ് ലോകാരോഗ്യ സംഘടനയെയും മറ്റ് ആരോഗ്യ ഏജൻസികളെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നത്. ശ്വാസകോശത്തെയും ഹൃദയത്തെയും ബാധിക്കുന്ന ഹൻഡ വൈറസ് പൾമണറി സിൻഡ്രം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഇത് രോഗികളെ നയിക്കുന്നത്. ശ്വാസം മുട്ടൽ, കഠിനമായ പനി, പേശീവേദന എന്നിവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് മരണത്തിന് വരെ കാരണമായേക്കാം. ഈ മാരക വൈറസ് കപ്പലിലേക്ക് എത്തിയത് എങ്ങനെയെന്ന അന്വേഷണം ചെന്നെത്തുന്നത് അർജന്റീനയിലെ ദക്ഷിണ നഗരമായ ഉഷുവയിലേക്കാണ്. മാർച്ച് 20-ന് കപ്പൽ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നെതർലൻഡിൽ നിന്നുള്ള ഒരു ദമ്പതികൾ ഉഷുവയിലെ ഒരു ലാൻഡ്ഫിൽ പ്രദേശം സന്ദർശിച്ചിരുന്നു. പക്ഷി നിരീക്ഷണത്തിന് പോയ ഇവർക്ക് അവിടെയുള്ള എലികളിൽ നിന്നോ അവയുടെ വിസർജ്യത്തിൽ നിന്നോ ആയിരിക്കാം വൈറസ് ബാധ ഏറ്റതെന്നാണ് അർജന്റീനയിലെ ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. കപ്പൽ യാത്ര ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ രോഗബാധിതരാകുകയും മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് ഒരു ജർമ്മൻ പൗരൻ കൂടി മരണപ്പെട്ടതോടെയാണ് കപ്പലിൽ ഒരു പകർച്ചവ്യാധി പടരുന്നുണ്ടെന്ന സൂചന അധികൃതർക്ക് ലഭിക്കുന്നത്. ഏപ്രിൽ 24-ന് സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് തന്റെ ഭർത്താവിന്റെ മൃതദേഹവുമായി കപ്പലിൽ നിന്ന് ഇറങ്ങിയ ഡച്ച് വനിതയിലൂടെയാണ് ലോകം ഈ വാർത്ത ആദ്യമായി അറിയുന്നത്. നിലവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കാനറി ദ്വീപുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന MV ഹോണ്ടിയസിൽ 100-ലധികം യാത്രക്കാരുണ്ട്. ഫിലിപ്പീൻസ്, ബ്രിട്ടൻ, അമേരിക്ക, നെതർലൻഡ്, സ്പെയിൻ, ജർമ്മനി എന്നിങ്ങനെ 28ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കപ്പലിലുള്ളത്. ഇതിൽ 2 ഇന്ത്യൻ ജീവനക്കാരും ഉൾപ്പെടുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം കപ്പലിലെ മുഴുവൻ യാത്രക്കാരോടും അവരുടെ ക്യാബിനുകളിൽ തന്നെ കഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ കൃത്യമായ പരിശോധനകൾ കപ്പലിൽ നടക്കുന്നുണ്ട്. മെയ് 10-ഓടെ കപ്പൽ കാനറി ദ്വീപുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവിടെ യാത്രക്കാരെ ഇറക്കാൻ അനുവദിക്കുമോ അതോ കപ്പലിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. ഹൻഡ വൈറസ് ബാധയെ ഒരു ഗുരുതരമായ സംഭവമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അദോനം ഗബ്രിയേസ് വിശേഷിപ്പിക്കുന്നത്. നിലവിൽ ആഗോളതലത്തിൽ വലിയൊരു ഭീഷണിയില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടെങ്കിലും വൈറസ് ബാധിതർക്ക് കൃത്യമായ ചികിത്സ നൽകുന്നതിനും രോഗം കൂടുതൽ പടരാതിരിക്കുന്നതിനും മുൻഗണന നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. MV ഹോണ്ടിയസിലെ ഓരോ യാത്രക്കാരന്റെയും ജീവൻ ഇപ്പോൾ നൂൽപാലത്തിലാണ്. ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാന പാഠം ലോകം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നാണ്. ഒരു ഭൂഖണ്ഡത്തിന്റെ അറ്റത്ത് കാണപ്പെടുന്ന വൈറസിന് മണിക്കൂറുകൾക്കുള്ളിൽ സമുദ്രങ്ങൾ കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ ഗവേഷണങ്ങളും ആഗോള സഹകരണവും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മുകളിലായിരിക്കണം. പ്രകൃതിയുമായുള്ള സമ്പർക്കത്തിൽ നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ഈ വൈറസ് ബാധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിലെ പരിശോധനാ ഫലങ്ങളും കപ്പൽ കാനറി ദ്വീപുകളിൽ എത്തുമ്പോൾ സ്വീകരിക്കുന്ന നടപടികളും ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കും. ശാസ്ത്രീയമായ മുൻകരുതലുകളും കൃത്യമായ വിവരവിനിമയം വഴി മാത്രമേ ഇത്തരം അപ്രതീക്ഷിത വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഇപ്പോൾ MV ഹോണ്ടിയസിലെ യാത്രക്കാർക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഈ വസന്തകാലം ഒരു കറുത്ത അധ്യായമായി മാറാതിരിക്കാൻ ആഗോള സമൂഹം കൈകോർക്കേണ്ട സമയമാണിത്. നമുക്ക് പ്രത്യാശിക്കാം ആ സമുദ്രയാത്ര ശുഭകരമായ ഒരു തീരത്ത് ചെന്ന് അവസാനിക്കുമെന്ന്.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് വൈറ്റ് ഹൌസിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ്. ഇറാന്റെ സൈനിക ശേഷി തകർക്കപ്പെട്ടുവെന്നും യുദ്ധം അവസാനിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന സൂചനകളാണ് അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നൽകുന്നത്. ഇറാന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനുള്ള അവരുടെ കരുത്തിനെക്കുറിച്ചും CIA നടത്തിയ പുതിയ വിശകലനങ്ങൾ ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ട്രംപ് അവകാശപ്പെടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സൈനിക ശേഷി ഇപ്പോഴും അവർ നിലനിർത്തുന്നുമുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാന്റെ പക്കൽ ഇപ്പോഴും 70% മിസൈലുകൾ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. ഇറാന്റെ മിസൈൽ കരുത്ത് 18 മുതൽ 19% കുറഞ്ഞുവെന്നും അത് ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നുമാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ക്ലാസിഫൈഡ് റിപ്പോർട്ട് ഈ വാദത്തെ പാടെ തള്ളിക്കളയുന്നു. മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ 75% ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ നിന്ന് ഇറാന്റെ മിസൈൽ ശേഖരം വലിയ തോതിൽ രക്ഷപ്പെട്ടുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും സംഭരണശാലകളും തകർക്കുക എന്നത് ട്രംപ് വിചാരിച്ചതിനേക്കാൾ പ്രയാസകരമായ ദൗത്യമാണെന്ന് CIA വിലയിരുത്തുന്നു. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ ആശങ്കാജനകമായ വിവരങ്ങളാണ് CIA ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. യുദ്ധം ആരംഭിച്ച 1 മാസം പിന്നിടുമ്പോൾ തകർക്കപ്പെട്ടുവെന്ന് കരുതിയ ചില ഭൂഗർഭ സംഭരണശാലകളും ഇറാൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. തകരാറിലായ മിസൈലുകൾ നന്നാക്കിയെടുക്കാനും യുദ്ധം തുടങ്ങുന്ന സമയത്ത് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്ന പുതിയ മിസൈലുകൾ കൂട്ടിച്ചേർത്ത് പ്രവർത്തന സജ്ജമാക്കാനും ഇറാൻ സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സമാന്തര സംവിധാനം ഇറാന്റെ സൈന്യം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ആകാശത്തു നിന്നുള്ള നിരീക്ഷണങ്ങളിൽ ദൃശ്യമാകുന്നതിനേക്കാൾ വലിയൊരു സന്നാഹം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ ഇറാന് സാധിച്ചു എന്നതുകൂടിയാണ് CIA ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. 1 മാസം നീണ്ട ബോംബാക്രമണങ്ങൾക്കു ശേഷം ഇറാനിലേക്കുള്ള തുറമുഖങ്ങൾ ഉപരോധിക്കുക എന്ന തന്ത്രത്തിലേക്കാണ് അമേരിക്ക മാറിയിരിക്കുന്നത്. ഇറാന്റെ പുതിയ വരുമാന മാർഗമായ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതി തടയുക വഴി അവരുടെ സാമ്പത്തിക സ്രോതസ് വറ്റിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ ഉപരോധം വഴി ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാമെന്നും തന്റെ നിബന്ധനകൾ അംഗീകരിപ്പിക്കാമെന്നും ട്രംപ് കരുതുന്നു. എന്നാൽ അമേരിക്കൻ ഉപരോധത്തെ കുറഞ്ഞത് 3 മുതൽ 4 മാസം വരെയെങ്കിലും നേരിടാൻ ഇറാന് സാധിക്കുമെന്ന് CIA വ്യക്തമാക്കുന്നു. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഇറാന്റെ സഹനശേഷി ഇതിലും അധികമാണ്. സമാനമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ഉപരോധങ്ങളിലൂടെയും വർഷങ്ങളോളം കടന്നുപോയ ചരിത്രമുള്ളതിനാൽ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാനാണ് സാധ്യത. ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ ഇറാനിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ഉപരോധവും ഭീഷണിയും ഇറാന്റെ നേതൃത്വത്തെ കൂടുതൽ തീവ്രമായ നിലപാടുകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ മറികടക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം ഇറാന്റെ ഭരണകൂടത്തിന് വർദ്ധിച്ചിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ രാജ്യത്തിനകത്ത് ഉയരാനിടയുള്ള ആഭ്യന്തര പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഈ സാഹചര്യം അവർ ഉപയോഗിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ ഉപരോധങ്ങളും ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങളും നേരിടുന്ന പല ഭരണകൂടങ്ങളും തകരുന്നതിനു പകരം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് CIA ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. പുറത്തുനിന്നുള്ള ശത്രുവിനെ നേരിടാൻ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഭരണകൂടം പയറ്റുന്നത്. കടൽ മാർഗമുള്ള കയറ്റുമതി തടഞ്ഞാൽ ഇറാൻ തകരുമെന്ന ട്രംപിന്റെ ധാരണയും പൂർണ്ണമായി ശരിയാകാൻ ഇടയില്ല. സമുദ്രപാതകൾക്ക് പകരമായി കരമാർഗം എണ്ണയും ഗ്യാസും കടത്താനുമുള്ള വഴികൾ ഇറാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. മധ്യേഷ്യയിലൂടെയുള്ള റെയിൽവേ ശൃംഖലകൾ ഉപയോഗിച്ച് എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കപ്പൽ മാർഗമുള്ള അത്രയും വലിയ അളവിൽ ഇത് സാധ്യമാകില്ലെങ്കിലും രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വരുമാനം കണ്ടെത്താൻ ഇത്തരം ബദൽ മാർഗങ്ങൾ സഹായിക്കും. കരമാർഗമുള്ള വ്യാപാരം തടയുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു വെല്ലുവിളിയാണ്. അയൽ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധവും ഈ സാഹചര്യത്തിൽ അവർക്ക് തുണയാകുന്നുണ്ട്. യുദ്ധം ദീർഘകാലം നീണ്ടുപോകുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിച്ചേക്കാം. എണ്ണ കയറ്റുമതി നിലയ്ക്കുന്നതോടെ ഇറാന്റെ സംഭരണശേഷി കുറയുമെന്നും അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെ വരുമെന്നുമാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്.
എന്നാൽ ഇറാൻ പിടിച്ചു നിൽക്കുന്ന ഓരോ ദിവസവും അമേരിക്കയുടെ മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അമേരിക്കയ്ക്ക് അവഗണിക്കാനാവില്ല. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ട്രംപിന്റെ തെറ്റായ അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും തിരിച്ചടിയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന കൃത്യമായ വിവരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസിഡന്റ് നടത്തുന്ന പ്രസ്താവനകൾ ഭരണകൂടത്തിനുള്ളിലെ വിള്ളലുകളെയാണ് തുറന്നുകാട്ടുന്നത്. ഈ സംഘർഷം നമ്മെ പഠിപ്പിക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും ഉപരോധങ്ങൾക്കും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടെന്നാണ്. ഒരു രാജ്യത്തെ ബോംബിട്ടോ പട്ടിണിക്കിട്ടോ പെട്ടെന്ന് കീഴടക്കാമെന്ന ചിന്ത പലപ്പോഴും പാളിപ്പോകാറുണ്ട്. ഇറാന്റെ കാര്യത്തിൽ അവർ പതിറ്റാണ്ടുകളായി ഇത്തരമൊരു സാഹചര്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ സൈനിക സജ്ജീകരണങ്ങളും സാമ്പത്തിക ബദലുകളും ട്രംപിന്റെ ഉപദേശങ്ങൾ കരുതിയതിനേക്കാൾ ആഴമുള്ളതാണ്. വരും മാസങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണത്തിൻ്റെതായിരിക്കും. ഇറാന്റെ മനോവീര്യം തകർക്കാനും അവരെ കീഴടക്കാനും ട്രംപിന് കഴിയുമോ, അതോ അമേരിക്കയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ പരാജയപ്പെടുത്തി ഇറാൻ അതിജീവിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. അവസാനമായി, സൈനികമായ വിജയത്തെക്കാൾ ഉപരിയായി തന്ത്രപരമായ നീക്കങ്ങളിലാണ് ഏതൊരു യുദ്ധത്തിന്റെയും വിജയം അടങ്ങിയിരിക്കുന്നത്. ഇറാന്റെ ശേഷിയെ കുറച്ചു കണ്ടുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ സങ്കീർണമായ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് CIA റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത്. സൈനികമായ മുൻതൂക്കമുണ്ടെങ്കിലും ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെയും അതിജീവന ശേഷിയെയും തകർക്കുക എന്നത് കേവലം ബോംബാക്രമണങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. ചർച്ചകളും നയതന്ത്രപരമായ നീക്കങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സൈനിക ബലം മാത്രം ഉപയോഗിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഈ സാഹചര്യം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് വരും മാസങ്ങളിലെ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തുടരും. UAE റെഡ് അലേർട്ടും മാറുന്ന ലോകാക്രമവും പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങാൻ തുടങ്ങിയിട്ട് ആഴ്ചകളല്ല, മാസങ്ങളായിരിക്കുന്നു. എന്നാൽ 2026 മെയ് 8 വെള്ളിയാഴ്ച പുലർച്ചെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൂടെ മുഴങ്ങിക്കേട്ട സൈറണുകൾക്കും മൊബൈൽ ഫോണുകളിൽ പ്രത്യക്ഷപ്പെട്ട ചുവന്ന മുന്നറിയിപ്പുകൾക്കും സവിശേഷമായൊരു ഗൗരവമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും സമാധാനപൂർണവുമായ ബിസിനസ് ഹബ്ബുകളിൽ ഒന്നായി അറിയപ്പെടുന്ന UAE ഇറാന്റെ മിസൈൽ ഭീഷണിക്ക് മുന്നിൽ വീണ്ടും ഒരു യുദ്ധ കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ആഗോള ഊർജ്ജ വിപണിയെയും ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയെയും ബാധിക്കുന്ന ഈ വിഷയം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച റെഡ് അലേർട്ട് രാജ്യത്തെ മുഴുവൻ നിശ്ചലമാക്കി. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടണമെന്നുള്ള അറിയിപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയുണ്ടാക്കി. ദുബായ്, ഷാർജ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി താമസക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവ മിസൈലുകൾ വന്നു പതിച്ചതിന്റെ ശബ്ദമല്ലെന്നും മറിച്ച് UAEയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രു മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തപ്പോൾ ഉണ്ടായ ശബ്ദങ്ങളാണെന്നും അധികൃതർ വ്യക്തമാക്കി. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അധികൃതർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം ഗൗരവമേറിയതാണ്. ആകാശത്തു നിന്നും താഴേക്ക് വീഴുന്ന മിസൈൽ അവശിഷ്ടങ്ങൾ തൊടാനോ അവയുടെ ഫോട്ടോ എടുക്കാനോ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വസ്തുക്കൾ രാസവസ്തുക്കളാലോ മറ്റോ അപകടകരമായേക്കാം എന്നതിനാലാണ് ഈ മുൻകരുതൽ. സാധാരണഗതിയിൽ ശാന്തമായ വാരാന്ത്യങ്ങൾ ആഘോഷിക്കുന്ന പ്രവാസികളും സ്വദേശികളും ഇപ്പോൾ വീടിനുള്ളിൽ സൈറണുകൾക്ക് കാതോർത്ത് കഴിയേണ്ടി വരുന്നത് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അത്യന്തം അപകടകരമായ സാഹചര്യത്തിന്റെ തെളിവാണ്. ഇപ്പോൾ നാം കാണുന്ന ഈ ആക്രമണ പരമ്പരകൾക്ക് ഏകദേശം 2 മാസത്തിലേറെ പഴക്കമുണ്ട്. 2026 ഫെബ്രുവരി 28 ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് തുടക്കമിട്ടത്. ഇറാൻ ഇതിന് തിരിച്ചടിയായി തിരഞ്ഞെടുത്തത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സഖ്യകക്ഷിയായ UAE ഫെബ്രുവരി അവസാനം മുതൽ ഏപ്രിൽ 8 വരെ നീണ്ടുനിന്ന അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷം ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് നാമമാത്രമായി മാത്രമാണ് നിലനിന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ UAE നേരിടുന്ന ഭീഷണിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. ഫെബ്രുവരി മുതൽ ഇതുവരെ 549 ബാലിസ്റ്റിക് മിസൈലുകൾ, 29 ക്രൂയിസ് മിസൈലുകൾ, 2260 ഡ്രോണുകൾ എന്നിവയാണ് UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്.
ഇത്രയും വലിയ തോതിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു എന്നത് UAEയുടെ പ്രതിരോധ കരുത്തിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഓരോ ആക്രമണവും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. സ്കൂളുകൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നതും വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നതും ഈ അസ്ഥിരതയുടെ ഭാഗമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘാതമേറ്റത് UAEയുടെ കിഴക്കൻ തീരത്തുള്ള ഫുജൈറയിലാണ്. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഒന്നായ ഫുജൈറയ്ക്ക് തന്ത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. ഹോർമൂസ് കടലിടുക്കിനെ മറികടന്ന് എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള പൈപ്പ് ലൈനുകൾ അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇറാൻ ഭീഷണി നിലനിൽക്കുന്ന ഹോർമൂസ് കടലിടുക്കിന് പുറത്തുള്ള ഈ തുറമുഖം ആഗോള ഊർജ്ജ സുരക്ഷയുടെ കാവലാളായാണ് അറിയപ്പെടുന്നത്. ഈ മേഖലയെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തിങ്കളാഴ്ച ഫുജൈറയിലെ പെട്രോ കെമിക്കൽ മേഖലയിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ തൊഴിലാളികൾക്ക് പരിക്കേറ്റത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. UAEയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ യുദ്ധ സാഹചര്യം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഫുജൈറയിലെ ആക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ആഗോള വിപണിയിലെ എണ്ണവിലയെയും ചരക്ക് നീക്കത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇതിനെ തുടർന്നാണ് UAE വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ രീതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. UAEയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രതികരണം അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. UAEയുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധം വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സാധാരണക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇന്ത്യ UAEക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യക്കറിയാം. ഇതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലും ഇന്ത്യ സജീവമായി ഇടപെടുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി UAE വിദേശകാര്യ സഹമന്ത്രി റീം അൽ ഹാഷ്മിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രാദേശിക സാഹചര്യം വിലയിരുത്തുകയുണ്ടായി. ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ പക്ഷം. എങ്കിലും UAEയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് ആഗോളതലത്തിൽ UAEക്ക് വലിയൊരു ധാർമ്മിക പിന്തുണയാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ UAEയിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഓരോ നീക്കവും അങ്ങേയറ്റം കരുതലോടെയുള്ളതാണ്. നിലവിലെ സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രം ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന എണ്ണയുടെ 1/5 ഭാഗവും കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ സമുദ്രപാത ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ സൈന്യവും തമ്മിൽ ഈ മേഖലയിൽ നേരിട്ട് ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ആഗോള വിപണിയെ ആശങ്കയിലാക്കുന്നുണ്ട്. പാകിസ്ഥാൻ മുഖേനയുള്ള ചില നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഇതുവരെ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തുടരുന്നത് UAEയെ ഒരു സൈനിക മറുപടിക്ക് പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേരിട്ടുള്ള സൈനിക പിന്തുണ UAEക്കുണ്ടെങ്കിലും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം മേഖലയുടെ വികസനത്തെ ദശകങ്ങൾ പിന്നോട്ട് നയിക്കും. അതിനാൽ തന്നെ സംയമനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത്. എങ്കിലും പ്രകോപനങ്ങൾ തുടർന്നാൽ പശ്ചിമേഷ്യ ഒരു വലിയ പൊട്ടിത്തെറിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നത് തള്ളിക്കളയാനാവില്ല. 2026 ഈ വസന്തകാലം പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതാണ്. ആധുനിക നഗരങ്ങളുടെ തിളക്കത്തിന് മുകളിൽ മിസൈൽ വേദ സംവിധാനങ്ങളുടെ വെളിച്ചം പടരുന്നത് സമാധാനകാംക്ഷികൾക്ക് ശുഭകരമായ വാർത്തയല്ല. UAE പോലുള്ള ഒരു രാജ്യം തങ്ങളുടെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്കായി കൈകൊള്ളുന്ന കർശന നടപടികൾ ശ്ലാഘനീയമാണ്. എങ്കിലും മിസൈൽ ഭീഷണികൾക്കിടയിൽ ജീവിക്കേണ്ടി വരുന്നത് സൃഷ്ടിക്കുന്ന മാനസികാഘാതം ചെറുതല്ല. അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രിയപ്പെട്ട പ്രവാസികളുടെ സുരക്ഷയും UAEയുമായുള്ള ഉഭയകക്ഷി ബന്ധവും ഒരുപോലെ പ്രധാനമാണ്. സംവാദങ്ങളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നും ഉയരുന്ന പുകയല്ല, മറിച്ച് സഹകരണത്തിന്റെ തെളിമയാണ് ലോകത്തിന് ആവശ്യം. ഓരോ മിസൈൽ ആക്രമണവും ഓരോ ജീവന്റെയും ഓരോ രാജ്യത്തിന്റെയും ഭാവിയെയാണ് ചോദ്യം ചെയ്യുന്നത്.
യുദ്ധത്തിന്റെ നിഴലിൽ നിന്നും പശ്ചിമേഷ്യൻ ആകാശം ഉടൻ മുക്തമാകുമെന്നും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ വീണ്ടും അവിടെ പറന്നുയരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ഇതിൽ നിർണായകമാകും. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും മധ്യേ ലോകം ശ്വാസം അടക്കി പിടിച്ചു നോക്കുന്ന ഒരു കടൽപ്പാതയുണ്ട്, ഹോർമുസ് കടലിടുക്ക്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ സിരയായി ഇവിടെ ഒരു തടസ്സമുണ്ടായാൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകൾ വരെ നിശ്ചലമാകും. എന്നാൽ ഈ ഭീഷണിയെ മറികടക്കാൻ ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ ഒരു സേഫ് റൂട്ട് തെളിയുകയാണ്. UAE ഹബ്ഷാർ ഫുജൈറ പൈപ്പ് ലൈൻ. അബുദാബിയിലെ മരുഭൂമിയിൽ നിന്ന് 406 കിലോമീറ്റർ താണ്ടി ഒമാൻ ഉൾക്കടലിന്റെ തീരത്തെത്തുന്ന ഈ പൈപ്പ് ലൈൻ എങ്ങനെയാണ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ മാറ്റാൻ പോകുന്നത്? വിശദമായി പരിശോധിക്കാം. ലോകത്തിന്റെ ഊർജ്ജ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് തിരി തെളിഞ്ഞിരിക്കുകയാണ്. ആഗോള വിപണിയിലെ എണ്ണവിലയും വിതരണവും നിയന്ത്രിച്ചിരുന്ന കരുത്തുറ്റ എണ്ണ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്മാറുന്നത് കേവലം ഒരു നയതന്ത്ര തീരുമാനം മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ പോലെയുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ഊർജ്ജ സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ്. പതിറ്റാണ്ടുകളായി എണ്ണ ഉൽപാദനത്തിൽ സൗദി അറേബ്യ നിശ്ചയിച്ചിരുന്ന കർശനമായ പരിധികളിൽ നിന്ന് മോചിതയാകുന്നതോടെ UAEക്ക് തങ്ങളുടെ പൂർണ്ണ ശേഷിയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും അത് വിദേശ വിപണിയിൽ എത്തിക്കാനും സാധിക്കും. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിനെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നതാണ്. ആഗോള എണ്ണ വിപണിയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഒപെക് എന്ന സംഘടന നിർണായക പങ്ക് വഹിച്ചു പോന്നു. അംഗരാജ്യങ്ങൾ എത്രത്തോളം എണ്ണ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സംഘടനയാണ്. വിപണിയിൽ എണ്ണയുടെ അളവ് കുറച്ച് വില വർദ്ധിപ്പിക്കുക എന്ന തന്ത്രമാണ് പലപ്പോഴും സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒപെക് സ്വീകരിച്ചു പോകുന്നത്. UAE കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തങ്ങളുടെ എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. 2027ഓടെ പ്രതിദിനം 50 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് അബുദാബിയുടെ ലക്ഷ്യം. എന്നാൽ ഒപെക് അംഗമായി തുടരുന്നിടത്തോളം കാലം ഈ ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സ്വന്തം ആസ്തികൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഈ സാഹചര്യം UAEയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നഷ്ടമായിരുന്നു. ഈ പരിമിതികളെ മറികടക്കാനാണ് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ഒപെക് വിടാൻ അവർ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്ര പ്രധാനമാകുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയാണ് ഹോർമുസ്. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ചെറിയ വഴിയിലൂടെയാണ്. എന്നാൽ ഈ പ്രദേശം എപ്പോഴും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ നിഴലിലാണ്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ മുറുകുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി ആഗോള വിപണിയെ വിറപ്പിക്കാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം ലഭിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വില കുതിച്ചുയരുന്ന സാഹചര്യമോ സംജാതമാകും. ഈ ഒരു ഭീഷണിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള രക്ഷാകവചമാണ് UAEയുടെ ഹബ്ഷാർ ഫുജൈറ പൈപ്പ് ലൈൻ. അബുദാബിയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് നേരിട്ട് എണ്ണ പൈപ്പുകൾ വഴി ഫുജൈറ തുറമുഖത്ത് എത്തിക്കുന്ന സംവിധാനമാണിത്. ഏകദേശം 406 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു പൈപ്പ് ലൈൻ അവസാനിക്കുന്നത് ഒമാൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഫുജൈറയിലാണ്. ഇതിന്റെ സവിശേഷത എന്തെന്നാൽ ഈ ഒരു തുറമുഖം ഹോർമുസ് കടലിടുക്കിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. അതായത് പെർഷ്യൻ ഗൾഫിലെ സംഘർഷങ്ങൾ ഈ പാതയെ ബാധിക്കില്ല. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഇവിടെ നിന്ന് എണ്ണക്കപ്പലുകൾക്ക് നേരിട്ട് സഞ്ചരിക്കാം. ഹോർമുസ് കടലിടുക്കിലെ നൂലാമാലകളും അപകട സാധ്യതകളും ഒഴിവാക്കി സുരക്ഷിതമായി എണ്ണ ഇന്ത്യയിൽ എത്തിക്കാൻ ഈ പൈപ്പ് ലൈൻ സൗകര്യമൊരുക്കും. ഒപെക് നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ ഈ പൈപ്പ് ലൈനിലൂടെയുള്ള എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ UAEക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 10% വരുന്നത് UAEയിൽ നിന്നാണ്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ADNOC ഉൽപ്പാദിപ്പിക്കുന്ന മർബൻ ക്രൂഡ് ഇന്ത്യൻ റിഫൈനറികൾക്ക് ഏറെ അനുയോജ്യമായ ഒന്നാണ്. UAE സ്വതന്ത്രമായ ഉൽപാദന നയം സ്വീകരിക്കുന്നതോടെ ഇന്ത്യക്ക് ആവശ്യമായ എണ്ണ തടസ്സമില്ലാതെയും ദീർഘകാല കരാറുകളുടെ അടിസ്ഥാനത്തിലും ലഭിക്കാൻ വഴിയൊരുങ്ങും. വിപണിയിൽ എണ്ണയുടെ വിതരണം കൂടുന്നത് സ്വാഭാവികമായും ആഗോളതലത്തിൽ വില കുറയാൻ കാരണമാകും. ഇന്ത്യയെ പോലെ ഒരു വലിയ ഉപഭോക്തൃ രാജ്യത്തിന് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ വില നിയന്ത്രിക്കാനും അതുവഴി പണപ്പെരുപ്പം കുറയ്ക്കാനും സർക്കാരിന് ഇതിലൂടെ സാധിച്ചേക്കാം. എണ്ണവിലയിലെ ഇളവ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറയ്ക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യും. ഭൗമരാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് വളരുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എണ്ണ വ്യാപാരത്തിന് പുറമെ UAEയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളും തിരിച്ചും ഈ ഒരു ബന്ധത്തെ ദൃഢമാക്കുന്നു.
ഒപെക് എന്ന കൂട്ടായ്മയുടെ താൽപര്യങ്ങൾക്കപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് മുൻഗണന നൽകുന്നത് ഇന്ത്യക്ക് കൂടുതൽ വിലപേശൽ ശേഷി നൽകും. ആഗോള എണ്ണ വിപണിയിൽ ഒരു കാലത്ത് ഉൽപാദക രാജ്യങ്ങൾക്കായിരുന്നു ആധിപത്യമെങ്കിൽ ഇപ്പോൾ അത് ഉപഭോക്താക്കളുടെ വിപണിയായി മാറുകയാണ്. ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണിയെ നഷ്ടപ്പെടുത്താൻ UAE ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒപെക് നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഇന്ത്യക്ക് കൂടുതൽ എണ്ണ നൽകാൻ തയ്യാറാകുന്നത്. പലപ്പോഴും എണ്ണ ഉൽപാദക രാജ്യങ്ങൾ വില കൃത്യമായി ഉയർത്താനായിട്ട് ഉൽപാദനം വെട്ടിക്കുറയ്ക്കാറുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തെ താളം തെറ്റിക്കാറുള്ള ഒന്നാണ്. എന്നാൽ UAE സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതോടെ ഇത്തരം അപ്രതീക്ഷിത ആഘാതങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാം. ഹോർമസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ ലഭിക്കുന്നത് വിതരണ ശൃംഖലയിലെ അപകട സാധ്യതകൾ, അതായത് സപ്ലൈ ചെയിൻ റിസ്ക്, ഇത് ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് കേവലം സാമ്പത്തിക നേട്ടം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന കാര്യമാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ പോലും തടസ്സമില്ലാതെ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ഈ പൈപ്പ് ലൈൻ പാത സഹായിക്കും. ലോകവാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.